നിങ്ങൾ ഈ നിമിഷത്തിൽ ജീവിക്കരുത്. ആളുകൾ അടുത്തു വന്ന് ഈ കാര്യങ്ങളെക്കുറിച്ചും വർത്തമാനകാല ജീവിക്കുന്നതിനെക്കുറിച്ചുമെല്ലാം സംസാരിക്കുമ്പോൾ ഞാൻ പറയും, അത് ഒഴിവാക്കുക. ഈ നിമിഷത്തിൽ ജീവിക്കരുത്. നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് കാണുക, എന്നിട്ട് നിങ്ങളുടെ നാളെയെക്കുറിച്ച് വിഷമിക്കുക. കാരണം നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ ജീവിത രീതി, നിങ്ങളുടെ മനസ്സിന്റെ സ്വഭാവം എന്നിവ നിങ്ങളെ നിരന്തരം പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നു. പക്ഷേ ആ പ്രശ്നം ഇന്ന് അത്ര ദൃശ്യമല്ലെന്ന് മാത്രം. ഇപ്പോൾ നിങ്ങൾ നാളെയെ നോക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ അതിനെ ദൃശ്യവൽക്കരിച്ചു കാണാൻ എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ, നിങ്ങളൊരു കൊക്കയുടെ അറ്റത്തേക്ക് അടുക്കുകയാണെന്നും അതിലേക്ക് വീണ് മരിക്കാൻ പോവുകയാണെന്നും നിങ്ങൾ കാണും. ആഗ്രഹം നിങ്ങളെ ശക്തിപ്പെടുത്തുമ്പോൾ, എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹം നിങ്ങളെ നിർദ്ദേശിക്കുമ്പോൾ, നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് നോക്കുകയും നിങ്ങളോട് സ്വയം ചോദിക്കുകയും വേണം, അതിൻ്റെ വരാനിരിക്കുന്ന അനന്തരഫലങ്ങൾ എന്തായിരിക്കും? വളരെയധികം പ്രാധാന്യമുള്ളതും വളരെ പവിത്രതയുള്ളതുമായ ഒന്നിനായി തന്നെ സ്വയം സമർപ്പിച്ചയാൾ യാന്ത്രികമായി ഈ നിമിഷത്തിൽ ജീവിക്കാൻ ആരംഭിക്കുന്നു. അപ്പോൾ ഇത് അവനെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ നിമിഷത്തിൽ ജീവിക്കുക എന്ന കാര്യം അപ്പോൾ ഒരു ലക്ഷ്യമല്ല, അതൊരു ഉപോൽപ്പന്നമാണ്, ഒരു ബൈ പ്രൊഡക്റ്റാണ്. തനിക്ക് അത്യധികം പ്രിയങ്കരമായ ഒന്നിനെ സേവിക്കുക എന്നതാണ് ലക്ഷ്യം.